പല സംസ്കാരങ്ങളുടെയും കഥ പറയുന്ന മറ്റനേകം ചരിത്രങ്ങൾ ഉറങ്ങുന്ന കൊച്ചിയിലെ ചില കാഴ്ചകളും വിശേഷങ്ങളും കൊച്ചി സീരീസിലോട്ട് സ്വാഗതം. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഹോട്ടലിലോ ലോഡ്ജിലോ തങ്ങുന്നതിന് പകരമായി അതിലും മികച്ചതായി വേറൊരു തങ്ങാനൊരിടമുണ്ട്. അത് നമുക്ക് ഇന്ന് പരിചയപ്പെടാം. ഞാൻ സ്റ്റേ ചെയ്തത് ബങ്ക് ഹൗസ് എന്ന് പറഞ്ഞ ഹോസ്റ്റലിലാണ്. ഞാൻ ഇവിടെ ഒക്കെ ഒന്ന് ചുറ്റി കറങ്ങി കാണിച്ചു തരാം. ഉണ്ടോ? ഇതാണ് ഞാൻ സ്റ്റേ ചെയ്ത റൂം. ഇവിടെയാണ് കിടന്നത്. 1 2 3 4 5 6 7 8 പേരുടെ സ്റ്റേ ആണിത്. അവർക്കുള്ള ക്ലോസറ്റും ഉണ്ട്, സാധനങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയ റൂമുണ്ട്. ഇക്കാലത്ത് പല നഗരങ്ങളിലും ഹോസ്റ്റൽ സൗകര്യങ്ങൾ ലഭ്യമാണ്. ഇങ്ങനെ ഹോസ്റ്റലുകൾ ഉള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന അറിയില്ല, നിങ്ങൾ കണ്ടു കാണത്തുമില്ല. എന്നാൽ ഈയിടെ ഞാനൊരു കൊച്ചി യാത്ര ചെയ്തപ്പോഴത്തേക്കും ഒരു ഹോസ്റ്റലിൽ തങ്ങാനിടയായി. ഈ പ്രാവശ്യമല്ല, പലതവണ ഞാൻ പല ഹോസ്റ്റലിൽ തങ്ങിയിട്ടുണ്ട്. എനിക്ക് ഹോട്ടലിനെക്കാട്ടിലും മികച്ചതായി ഈ ഹോസ്റ്റലുകൾ തോന്നിയിട്ടുണ്ട് പലതവണയും. അതിന് പല കാരണങ്ങളുമുണ്ട്. അത് ഞാനിന്ന് പറഞ്ഞുതരാം. ഈ പ്രാവശ്യം ഞാൻ ബങ്ക് ഹൗസ് എന്ന് പറഞ്ഞൊരു ഹോസ്റ്റലിലാണ് തങ്ങിയത്. ബങ്ക് ഹൗസിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഹോസ്റ്റലുകൾ എങ്ങനെ ഉണ്ടായെന്നുള്ള കഥ ഞാൻ പറഞ്ഞുതരാം. 1909 റിച്ചർഡ് ഷെർമാൻ എന്ന ഒരു ജർമ്മൻകാരനാണ് ഈ കൺസെപ്റ്റ് ആദ്യമായി കൊണ്ടുവരുന്നത്. അദ്ദേഹം ഒരു സ്കൂൾ ക്യാമ്പിംഗ് നടത്തുകയുണ്ടായി. അപ്പോൾ അതിൽ ഈ ഒരു ഭയങ്കര ഇടിമിന്നലും കാര്യങ്ങളൊക്കെ വന്ന് അത് ഒഴിവാക്കേണ്ടി വന്നു. അങ്ങനെയാണ് ഈ ഹോസ്റ്റലിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ച് പുള്ളി മനസ്സിലാക്കുന്നതും. തുടർന്ന് ഈ 1909 ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും 1912 അദ്ദേഹം നോർത്ത് ജർമ്മനിയിൽ ഇതിനെക്കുറിച്ച് ഒരു പുതിയൊരു ഹോസ്റ്റൽ തുടങ്ങുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെയാണ് ആദ്യത്തെ ഹോസ്റ്റൽ വരുന്നത്. അതായത് 1912 നോർത്ത് ജർമ്മനിയിലാണ് ആദ്യത്തെ ഹോസ്റ്റൽ ഈ റിച്ചർഡ് ഷെർമാന് കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ഹോസ്റ്റലിന് തുടക്കം വരുന്നത്. അത് പിന്നീട് ലോകത്തിൽ പല സ്ഥലങ്ങളിലും പടരുകയും തുടർന്ന് ഏഷ്യ പോലുള്ള ഭൂഖണ്ഡങ്ങളിലും ഹോസ്റ്റൽ സൗകര്യങ്ങളും ഒക്കെ വരികയൊക്കെ ചെയ്തു. ഇതിൻ്റെ ആദ്യത്തെ ഹോസ്റ്റലുകൾ എന്ന് പറയുമ്പം ഈ മോണസ്ട്രി ഒക്കെ നടത്തുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളൊരു യാത്രക്കാർക്കൊക്കെ വേണ്ടി ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ചിലത് പണം വാങ്ങിച്ചും പണം വാങ്ങിക്കാതെ ഒക്കെ ഉള്ളതുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഹോസ്റ്റലിൻ്റെ ഒറിജിൻ ഉണ്ടാകുന്നത്. എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് മെട്രോ നഗരങ്ങളിലും പിന്നെ നല്ല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലുമൊക്കെ ഇതുപോലത്തെ പലതരം ഹോസ്റ്റലുകൾ ലഭ്യമാണ്. എന്നാൽ ചെറിയ ടൗണുകളിലൊന്നും ഇങ്ങനത്തെ ഹോസ്റ്റലുകൾ കാണാൻ സാധ്യതയില്ല. അപ്പം നിങ്ങൾക്ക് ഹോസ്റ്റലുകളെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയല്ലോ. നിങ്ങളും ഒന്ന് അവിടെയൊക്കെ താമസിച്ചൊന്ന് നോക്കാൻ ശ്രമിക്കുക. നല്ല രസമാണ് ഈ ഹോസ്റ്റലുകളിൽ നിൽക്കുമ്പം ഉള്ള എന്തൊക്കെയാണ് അവിടുത്തെ ഒരു വ്യത്യാസങ്ങൾ, പിന്നെ എന്തൊക്കെ കൂടുതൽ സൗകര്യങ്ങൾ അവിടെ ലഭിക്കും. അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് നിങ്ങൾ കേൾക്കുക, മനസ്സിലാക്കുക, അത് സ്വന്തമായി അനുഭവിച്ചറിയാൻ ശ്രമിക്കുക. ഹോസ്റ്റലിൽ താമസിക്കുന്നതിൻ്റെ കുറച്ച് ഗുണങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം. ഒന്നാമത്തെ ഗുണമെന്ന് പറയുന്നത് അഫോർഡബിലിറ്റിയാണ്. ലോഡ്ജിങ്ങും ഹോട്ടൽസിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പം അവിടുത്തെ പേ ചെയ്യുന്ന തുക കുറവായിരിക്കും വരിക. ചിലതൊരു 2000-3000 ഒക്കെ വരുന്നിടത്ത് ഒരു 1000 രൂപ 700 രൂപ അത്രയൊക്കെ ആകത്തുള്ളൂ. പിന്നെ നമുക്ക് ഇതൊരു ഡോർമെട്രി പോലത്തെ ഒരു സിസ്റ്റം ആയതുകൊണ്ട്
ഒരു 3-4 അതിൽ കൂടുതൽ ആൾക്കാരോ ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ടും പലരാട്ട് കാണാനും നമ്മൾ ഒബ്വിയസ്ലി കാണുമ്പം ചിരിക്കുകയോ വിശേഷങ്ങൾ ചോദിക്കുകയോ ഒക്കെ ചെയ്യും. അങ്ങനെ നെറ്റ്വർക്ക് ഒക്കെ ബിൽഡ് ചെയ്യാനും സൗഹൃദങ്ങൾ ഒക്കെ തുടങ്ങാനും ഒക്കെ ഇതിന് വഴി തെളിക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ സോഷ്യൽ എൻഗേജ്മെൻറ്റ്സ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്നവർ കലാകാരന്മാർ കാണും, പല രീതിയിൽ ചിന്തിക്കുന്നവർ കാണും. അപ്പോൾ അവരൊക്കെ ആയിട്ട് സംസാരിക്കാനും പുതിയ ഐഡിയാസ് കിട്ടാനും പിന്നെ ചിലർ പാട്ട് പാടും, കഥ പറയും, അതൊക്കെ കേൾക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. ഇതാണ് മൂന്നാമത്തെ ഒരു ഗുണം. നാലാമത്തെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ ഗ്രൂപ്പായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു പ്രത്യേകതരം സേഫ്റ്റി നമുക്ക് കിട്ടും. ഇപ്പം നമ്മൾ ഒരു ലോഡ്ജിലോ റെസ്റ്റോറൻറ്റിലോ ഒക്കെ പോകുമ്പോൾ നമ്മളവിടെ ഒറ്റയ്ക്കാണ് വന്നു പോകുന്നത്. നമ്മുടെ കൂടെ ആരും ഇല്ലെങ്കിൽ ആർക്കെങ്കിലും അപായപ്പെടുത്താനൊക്കെ എളുപ്പമാണ്. ഇവിടെയെന്ന് വെച്ചാൽ ഒരു കൂട്ടത്തോടെ നിൽക്കുമ്പോഴത്തേക്കും നമ്മളെ ആരും കയറി അങ്ങനെ അറ്റാക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഹോസ്റ്റലിൽ നിൽക്കുന്നതിൽ ഉള്ള ഗുണങ്ങൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഹോസ്റ്റൽ എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റിയതൊന്നുമല്ല. ചിലർക്ക് അത് അത്ര നല്ലതല്ല. പ്രൈവസി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹോസ്റ്റൽ പറ്റത്തേ ഇല്ല. നിങ്ങളൊരു എക്സ്ട്രീം ഇൻട്രോവേർട്ടാണെങ്കിൽ പറ്റത്തില്ല. നിങ്ങളെ ആരെങ്കിലും എവിടുന്നെങ്കിലും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കും. മൂന്നാമത് നിങ്ങൾക്ക് ലക്ഷൂറിയസ് ആയിട്ടൊരു ഫീലാണ് വേണ്ടതെങ്കിൽ അതും ഇവിടെ നിന്ന് കിട്ടാൻ പോകുന്നില്ല. അപ്പം ഹോസ്റ്റലിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി കാണും. നിങ്ങൾ ഹോസ്റ്റലിൽ താമസിക്കാൻ മനസ്സിൽ ഉറപ്പ് വരുത്തിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതിലെന്തൊക്കെ പ്രതീക്ഷയാണ് ഹോസ്റ്റലിൽ പോകുന്നതെന്നും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പം ഇന്ന് പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൻ്റെ അനുഭവങ്ങളാണ് ഇവിടെ പറഞ്ഞത്. നിങ്ങളുടെ ഐഡിയാസും അനുഭവങ്ങളും ഒക്കെ വേറെ രീതിയിലായിരിക്കും, ചിന്താഗതികൾ വേറെ രീതിയിലായിരിക്കും. നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യാവുന്നതാണ്. കൊച്ചിയുടെ കഥകൾ ഇവിടെ ഒന്നും തീരുന്നില്ല. കൊച്ചിക്ക് ഇനിയും കുറേ കഥകൾ പറയാനുണ്ട്.